അപ്പോൾ ബിജോയ് ബാബു ഇന്ന് സുജിത് സുകുമാരനെ ആക്രമിക്കാനുണ്ടായത് നാളെ താങ്കൾക്കെതിരെ ഇങ്ങനെ ഒരു ആക്രമണ സാധ്യത ഉണ്ടാകുകയോ ഇല്ലയോ എന്നുള്ള കാര്യം തള്ളിക്കളയാൻ പറ്റൂ? എന്താണ് ഇതിനെ കുറിച്ച്? ആക്രമണം ആർക്കെതിരെ വേണമെങ്കിൽ അയച്ചുവിടാമല്ലോ, അതിന് പ്രത്യേകിച്ച് എന്താ താല്പര്യങ്ങളൊന്നുമില്ല. എന്നാലും ഈ കുത്തക മുതലാളിമാരുടെ ഭൂഷാപരമായ ഈ നടപടിക്കെതിരെ നമ്മൾ അണിനിരക്കുക തന്നെ ചെയ്യും. അതിന്റെ പൂർവ്വ ഫലങ്ങൾ എന്തു തന്നെയായാലും നമ്മൾ അതിനെതിരെ അണിനിരക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. മിസ്റ്റർ വിജയ് ബാബു എന്ന കൊലകൊല്ലി ഒറ്റയാൻ ഓടി നടന്ന് നിങ്ങളുടെ പാർട്ടിക്കെതിരെ അതിജനമായ ആക്രമണമാണ് അയച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയിലെ ഓരോ ചെറിയ മുതൽ വലിയ നേതാവിനെ വരെ ഇപ്പോൾ ഓടി നടന്ന് ആക്രമിക്കണം അദ്ദേഹം. അപ്പോൾ താങ്കൾക്കെതിരെ ആക്രമിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും മുന്നറിയിപ്പ് അദ്ദേഹത്തിന് നൽകാൻ കഴിയുമോ? എന്റെ പൂർവ്വകാലം അറിയാവുന്ന എല്ലാ സുഹൃത്തുക്കളും അറിയാവുന്നതാണ്. എന്നെ ചെയ്തിട്ട് പോകുന്നു തോന്നുന്നുണ്ടോ? എന്നെ ചെയ്ത് അവനെ ചെയ്ത് കിടത്തുക തന്നെ ചെയ്യും. അത് ഏത് വളരെ മോനായാലും ശരി തന്നെ. കൊള്ളാം, താങ്കളുടെ മറുപടി എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഇതിനൊരു പര്യവസാനം ഉടനെ ഞാനും കാണാൻ പറ്റൂ ഈ പ്രശ്നത്തിന്? പര്യവസാനം നമുക്ക് രക്തകൊതിയൊന്നുമില്ല. പിന്നെ അവർ രക്തം ദാഹിക്കുന്നവരാണെങ്കിൽ നാം കൊടുക്കാൻ തയ്യാറാണ്. ഇതിന്റെ പേരിൽ ഇനി എത്രയൊക്കെ വിട്ടുവീണാലും നമ്മൾ പിന്മാറുന്ന പ്രശ്നം. ഞാൻ ചോദിക്കുന്നത് മറ്റൊരു ചോദ്യം, ഇന്ന് നിങ്ങളുടെ പാർട്ടിയുടെതല്ല, കോളേജിലെ നിങ്ങളുടെ സീനിയേഴ്സ് ജൂനിയേഴ്സ് തുടങ്ങിയ പല പെൺകുട്ടികളുടെ മുൻപിൽ ഒന്നുമില്ലാതെ പോയി. എന്താണ് ഇതിനെ കുറിച്ചൊക്കെ പറയുന്നത്? നാളെ നിങ്ങളെ ഗേൾസിനെ അല്ലെങ്കിൽ പെൺകുട്ടികളെ എങ്ങനെ ഫേസ് ചെയ്യും നിങ്ങൾ? പ്രത്യേകിച്ച് സുജിത് സുകുമാരൻ എന്ന പെൺകുട്ടികളുടെ ഇടയിൽ വളരെ കണ്ണിലുണ്ണിയും എല്ലാവരുടെയും ഇഷ്ടതാരവുമായ ഒരു കൊച്ചു നേതാവാണ്. അദ്ദേഹത്തിനെയാണ് ഇന്ന് അത്രയും പെൺകുട്ടികളുടെ മുമ്പിൽ, സ്വന്തം പെൺകുട്ടികളുടെ മുമ്പിൽ, പാർട്ടിക്കാരുടെ മുമ്പിൽ ഇട്ടാൽ ദാരുണമായി അദ്ദേഹം തല്ലിയത്. ഇതിനെ പറ്റി ഇപ്പൊ ആരോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ പെൺകുട്ടികൾക്കെല്ലാം നന്നായിട്ട് അറിയാവുന്നതാണ്. അതേപോലെ തന്നെ ഈ എതിർസ്ഥാനത്ത് നിൽക്കുന്ന അതിനീചനും കാപാലികനും വഞ്ചകനുമായ ബിജോയിയെ പറ്റിയും പറയേണ്ട ആവശ്യമില്ല. അവന്റെ കരാളഹസ്തങ്ങൾ കിടന്ന് പിടഞ്ഞു പോയ ഒരു പാവം പിഞ്ചു പൈതലാണ് സുഹൃത്ത്. അതിൽ നമുക്ക് വളരെയധികം ദുഃഖമുണ്ട്. നമുക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്യും. പിന്നെ അതിന്റെ പേരിൽ ഇവന് എന്താ ഒരു മോശമായ ഒരു ഇതുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവ അറിയപ്പെടുന്ന ഒരു പയ്യനാണ്. അതേപോലെ നിങ്ങളുടെ പാർട്ടിയിലെ തോട്ടം എന്നറിയപ്പെടുന്ന സാജൻ ജോസ്, അദ്ദേഹം ഈ പ്രശ്നത്തിൽ പങ്കെടുത്തില്ല എന്നൊരു പൊതുവായ പരക്കൊരു ആക്ഷേപണം ഉണ്ടായിരുന്നു. തോട്ടത്തെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അവ ഒരു കുണ്ടനാണെന്ന് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. തോട്ടത്തെ പറ്റി കൂടുതൽ ആരോടും വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. അവൻ പയ്യന്മാര്, നമ്മുടെ പാർട്ടിയിലുള്ള നല്ല ചുറുചുറുക്കുള്ള പയ്യന്മാരെ അവന്റെ കുണ്ടത്തരം കാണിക്കലാണ് അവന്റെ പ്രധാന പരിപാടി. ഇതിനും നമ്മൾ പാർട്ടിയിൽ പല അച്ചടക്ക നടപടിയും എടുക്കുന്നുണ്ട്. ഇതുകൂടി നമ്മൾ പൊതുജനങ്ങളോട് അറിയിക്കണമെന്ന് വളർന്നു വരുന്ന യുവ നേതാവ് എന്ന നിലയിൽ താങ്കൾക്ക് താങ്കളുടെ പാർട്ടിയോട് പറയാനുള്ള കാര്യമില്ല? വളർന്നു വരുന്ന യുവ നേതാവെന്നതിൽ എനിക്ക് പാർട്ടിയോട് പറയാനുള്ളത് എന്തെന്ന്, എല്ലാ പാർട്ടി പ്രവർത്തകരും നല്ല ബ്രാൻഡുകൾ മാത്രം അടിക്കുക, അല്ലാതെ കോണ്ടത്തെ പോലുള്ള വൃത്തികെട്ട സാധനങ്ങൾ അടിച്ച് ക്ലച്ച് പൊട്ടി കിടക്കാതിരിക്കുക, വാള് നിൽക്കാതെ സൂക്ഷിക്കുക. അതെ, താങ്കൾ ഉടനെ അടുത്ത ഇലക്ഷന് പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. താങ്കൾ ഒരു നേതാവ് സ്ഥാനത്തേക്ക് ഉടനെ തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുണ്ട്. താങ്കൾ അതിന് തയ്യാറാണോ? എനിക്ക് സ്ഥാനമോഹങ്ങളൊന്നുമില്ല. പിന്നെ സഹജീവികളുടെയും എന്റെ പ്രവർത്തകരുടെയും താല്പര്യമാണെങ്കിൽ താങ്കളെ കുറിച്ച് പരക്കെ ഒരു ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. താങ്കൾ അവസാന നിമിഷം എല്ലാവരും തേക്കപ്പെട്ടു എന്ന് തേപ്പിച്ചു എന്നൊക്കെ പരക്കെ ഒരു ആക്ഷേപമുണ്ട്. അങ്ങനെയുള്ളവരുടെ അടുത്ത് അവരുടെ വായടയ്ക്കാൻ താങ്കളുടെ അഭിപ്രായം എന്താണ് പറയാൻ? ഇത് എതിർസ്ഥാനത്തു നിന്നുണ്ടാകുന്ന വെറും ഒരു ആരോപണം മാത്രമാണ് സുഹൃത്തെ. എനിക്ക് ഇതിനെപ്പറ്റി പറയാനുണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആരും നന്നാവുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. നല്ല രീതിയിൽ പോണ ഒരാളെ എങ്ങനെയെങ്കിലും കുഴിയിൽ കൊണ്ട് ചാടിക്കാൻ ഇത്തരത്തിലുള്ള പല ആരോപണങ്ങളും ഉണ്ടാവും. അതിനെല്ലാം നമ്മൾ മാന്യമായ രീതിയിൽ മറുപടി കൊടുക്കുകയും ചെയ്യും. ഓക്കെ, നന്ദി സാഗർ. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾക്ക് ഞങ്ങൾ കണ്ണാടി നന്ദി പറയുന്നു. ഇനിയും കാണുന്നവരെ നന്ദി, നമസ്കാരം.